ശ്യാം 12:30 എന്നുള്ളതായിരുന്നു നേരത്തെ ഉദ്ഘാടന ചടങ്ങിന് പറഞ്ഞിരുന്ന സമയം. ഇപ്പോൾ ആ സമയത്ത് തന്നെ ഉദ്ഘാടനം ഇനി നടക്കാൻ സാധ്യതയുണ്ടോ? അദ്ദേഹം എപ്പോഴേക്ക് എത്തിച്ചേരും? ഒപ്പം തന്നെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ, പഴുതടച്ച സുരക്ഷാ സംവിധാനവും നിയന്ത്രണവും ഒക്കെയായിരുന്നു കൊച്ചിയിൽ ഉണ്ടായിരുന്നത്. ഇന്നും ഇപ്പോൾ ആ തലത്തിൽ തന്നെയാണോ കൊച്ചി ഉള്ളത്? പക്ഷേ അതായത് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് പ്രധാനമന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പ നിമിഷം കൂടി കഴിയുമ്പോൾ ഈ ചടങ്ങ് നടക്കും. രാജ്യത്തിന് വലിയ 3 പദ്ധതികളാണ് ഇന്ന് പ്രധാനമന്ത്രി സമർപ്പിക്കുക. 1799 കോടി രൂപ ചെലവിലാണ് പുതിയ ഡ്രൈ ഡോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അത് സമർപ്പിക്കും. അതുകൂടാണ്ട് 970 കോടി രൂപയുടെ കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം, മറ്റൊന്ന് LPG ഇറക്കുമതി ടെർമിനൽ 1236 കോടി രൂപ മുടക്കിയാണ് ഇതും ചെയ്യുന്നത്. അങ്ങനെ 3 സുപ്രധാന പദ്ധതികളാണ് അല്പ നിമിഷം കൂടി കഴിയുമ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുക. അതിനുശേഷമാണ് ഈ BJP പാർട്ടി പ്രതിനിധികളുടെ പരിപാടി, അതായത് ശക്തി കേന്ദ്ര ഇൻചാർജ് സമ്മേളനത്തിൽ മോദി പങ്കെടുക്കുക. ഇത് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് ഈ ചടങ്ങ് ഒരുക്കിയിരിക്കുന്നത്. BJPയുടെ സംസ്ഥാനത്തെ 7000-ഓളം വരുന്ന ശക്തി കേന്ദ്ര പ്രതിനിധികൾ സംബന്ധിക്കും ഈ ചടങ്ങിൽ. പാർട്ടി മണ്ഡലം കമ്മിറ്റിക്ക്, ബൂത്ത് കമ്മിറ്റിക്കും ഇടയിലുള്ള ഘടകമാണ് ഇത്തരത്തിൽ ഈ ശക്തി കേന്ദ്ര പ്രമുഖമാർ. കേരളത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിക്കും ബൂത്ത് കമ്മിറ്റിക്കും ഈ ശക്തി കേന്ദ്രക്ക് സ്ഥാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJPയുടെ മണ്ഡലം, പഞ്ചായത്ത്, ബൂത്ത് കമ്മിറ്റികൾ എന്നിങ്ങനെ ആയിട്ടുള്ള പ്രതിനിധികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ആ വേദിയിൽ പ്രധാനമന്ത്രി സംസാരിക്കും. ഒരുപക്ഷെ എന്തൊക്കെയായിരിക്കും ആ വേദിയിൽ പ്രധാനമന്ത്രി പങ്കുവെക്കുക എന്നത് കാതുകൊണ്ടിരിക്കുകയാണ് ഈ BJP പ്രവർത്തകർ. ഇപ്പോൾ വെല്ലിംഗ്ടൺ ഐലൻഡിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രധാനമന്ത്രി. അല്പ നിമിഷം കൂടി കഴിയുമ്പോൾ ഈ 3 ബൃഹത് പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിച്ച ശേഷമായിരിക്കും ഈ ശക്തി കേന്ദ്ര ഇൻചാർജിമാരുടെ സമ്മേളനത്തിലേക്ക് മോദി. എന്തായാലും ഈ വികസന പദ്ധതികളുടെ ഉദ്ഘാടനമുണ്ട്. ഒപ്പം തന്നെ ശ്യാം സൂചിപ്പിച്ചതുപോലെ പാർട്ടി യോഗം നടക്കാൻ പോകുന്നുണ്ട്. കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗം നടക്കാൻ പോകുന്നുണ്ട്. ആ യോഗത്തിലും ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തിൽ പ്രധാനമന്ത്രി ഈ തവണ പങ്കെടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആവേശവും ആരവവും ഒക്കെ BJP പ്രവർത്തകരിലുമുണ്ട്. അവിടെ മോദി സംസാരിക്കും, പൊതുവേദിയിൽ സംസാരിക്കും. അപ്പോൾ മോദിയുടെ വാക്കുകൾക്കൊക്കെ കാതോർത്തിരിക്കുകയാണ് എന്തായാലും പ്രവർത്തകർ.